ശബരിമല മൊത്തത്തിൽ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഒരു പകൽ കൊള്ള എന്ന് തന്നെ പറയാം. വലിയ കൊള്ള നടത്തിക്കൊണ്ടിരുന്ന, വർഷങ്ങളായി കൊള്ള നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ വെളിച്ചത്ത് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭക്തിപൂർവ്വം കൊടുക്കുന്ന പണം അല്ലെങ്കിൽ സ്വർണം, ഇതൊക്കെ തട്ടിക്കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ അവിടെ എല്ലാ നിയമങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ടുണ്ടാവുകയാണ്. പെട്ടിലോട്ട് ഇടാനായിട്ടുള്ള ഒരു സൗകര്യം കിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങ് എറിയാണ്. പിന്നെ ആരെങ്കിലും എടുത്ത് അവിടെ അകത്തിടുവോ അല്ലെങ്കിൽ ശ്രീകോവിലിനകത്തിടുവോ ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പാളി കൊണ്ടുപോയതും ദ്വാരപാലകനെ കൊണ്ടുപോയതും ഒന്നും ഹൈക്കോടതി പോലും അറിഞ്ഞിട്ടില്ലല്ലോ. ശബരിമലയിൽ നിന്ന് വീണ്ടും നമുക്ക് അറിയാ കഥകളൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് റൂമിനകത്ത് പോലും ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത തന്നെയുണ്ട്. ശബരിമല മൊത്തത്തിൽ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഒരു പകൽ കൊള്ള എന്ന് തന്നെ പറയാം. ഇതിനകത്ത് വേറൊരു സംശയം ഉണ്ടാകുന്നത്, നമുക്കറിയാം ശബരിമലയിൽ 365 ദിവസവും ഇല്ല. അതെ, നട തുറക്കാത്ത ദിവസങ്ങളാണ് കൂടുതലുള്ളത്. ഈ സമയത്ത് വേണ്ടപ്പെട്ടവർക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം, പോകാം, ഒക്കെ ആകാം. അയ്യപ്പൻ ഈ യോഗദണ്ഡും രുദ്രാക്ഷവും പമ്പ വരെ എത്തിയ സമയവും താഴികക്കുടവും എത്തിയെന്നാണ് അറിയുന്നത്. അപ്പം ഇത് വളരെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളല്ലേ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഹൈക്കോടതി ഇതിൽ നിരീക്ഷിച്ചപ്പോൾ ഈ വിഷയം ഇത്ര ഗുരുതരമായപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വ്യവസ്ഥയും ഇല്ല വെള്ളിയാഴ്ചയും ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു പോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ കൊള്ള നടത്തിക്കൊണ്ടിരുന്ന, വർഷങ്ങളായി കൊള്ള നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ വെളിച്ചത്ത് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പുറകോട്ട് പോയാൽ, പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന കോടികൾ പലരും അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അടുത്ത കോടികൾ എത്രയാണെന്ന് 300 കോടി 400 കോടിയോളം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 100 കോടിയുടെ ഗ്യാപ്പ് ഇട്ടാണ് ആളുകൾ തന്നെ പറയുന്നത്. അവിടുത്തെ വരവ് എത്രയാണെന്ന് ചോദിച്ചാൽ 300 മുതൽ 400 കോടിയോളം എന്നാ പറയുന്നത്. ഒരു കണക്ക് വേണ്ടേ? കഴിഞ്ഞ വർഷത്തെ വരവ് അല്ലെങ്കിൽ എൻ്റെ മുമ്പത്തെ വരവ് ഇത്ര എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയാത്ത സാഹചര്യമാണ്. പറയും എന്ന് വെച്ചാൽ ബാക്കി കിട്ടി തിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നതിൻ്റെ കണക്ക് പറയും. അവിടുത്തെ യഥാർത്ഥ വരവിൻ്റെ കണക്ക് 300 കോടി മുതൽ 400 കോടി. അപ്പം 100 കോടി ഇങ്ങനെ പലരും പലപ്പോഴും തട്ടാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് അവിടെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനുവൽ നോംസ് പലപ്പോഴും പാലിക്കാറില്ല എന്നുള്ളതാണ്. അതിനുള്ള സൗകര്യവുമില്ല. കാരണം 3 കോടി 4 കോടി ജനങ്ങൾ വരികയാണ്. അപ്പോൾ ഇവരെല്ലാം വരുന്നത് വളരെ കുറഞ്ഞ ഒരു പീരീഡിലാണ്. 2 മാസത്തെ കാലഘട്ടത്തിനകത്ത് വരുന്ന, പിന്നീട് മാസപൂജ, പിന്നെ മാസപൂജ 5 ദിവസം അത് വളരെ കുറച്ച് പേരെ വരുന്നുള്ളൂ. ബാക്കി ഈ സമയമാണുള്ളത് 68 ദിവസം. ഈ പീരീഡിൽ അതിഭയങ്കരമായൊരു ക്രൗഡാണ് വരുന്നത്. അപ്പോൾ ക്രൗഡ് വരുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്ത് നടന്നാലും ആരും അറിയില്ല. ഇപ്പോൾ പിക്ക് പോക്കറ്റിംഗ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഉത്സവപ്പറമ്പിലാണെന്ന് നമ്മൾ പറയാറില്ലേ? കാരണം അവിടെ അങ്ങനെയാണ്. ഉത്സവപ്പറമ്പെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു വ്യവസ്ഥയുമില്ല. ഭക്തി കൊണ്ട് ഇങ്ങനെ ആളുകൾ മതിമറന്ന് ദൈവത്തിന് മുമ്പിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എന്തടിച്ചുകൊണ്ട് പോയാലും അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം അയ്യപ്പന് കൊടുക്കുന്ന നിവേദ്യങ്ങൾ, അയ്യപ്പന് കൊടുക്കുന്ന ഭക്തിപൂർവ്വം കൊടുക്കുന്ന പണം അല്ലെങ്കിൽ സ്വർണം, ഇതൊക്കെ തട്ടിക്കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ അവിടെ എല്ലാ നിയമങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ടുണ്ടാവുകയാണ്. കാരണം നിയമങ്ങൾ പാലിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നെ എന്താ വേണ്ടേ? അപ്പോൾ കഴിഞ്ഞ തവണത്തെ അതായത് 2015 ദേവസ്വം വിജിലൻസ് ഓഫീസറായിരുന്ന ഒരാളുടെ പറച്ചിലുകൾ ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നത് അവിടെ യാതൊന്നും വ്യവസ്ഥാപിതമായിട്ടല്ല നടക്കുന്നത്. CCTV ഉണ്ട്, CCTV ഇടയ്ക്കൊക്കെ ഓഫാവും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് അറിയില്ല. പിന്നെ ഇത് ഭണ്ഡാരത്തിലേക്ക് പോകുന്ന പണം എടുക്കാനായിട്ട് ഒരു ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങുന്നത്, അതിലിറങ്ങുന്നതിന് നിയോഗിക്കപ്പെട്ട ആളുണ്ട്. അവർ അതൊരു ചാക്കിൽ കോരി കെട്ടി എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. കോയിൻ എണ്ണുന്നില്ല, ഒന്നും എണ്ണുന്നില്ല. അല്ല, ഇതിനകത്ത് ഈ സമയങ്ങളിൽ പലപ്പോഴും നാണയങ്ങളും രത്നങ്ങളും ഒക്കെ പലയിടത്തും തിരികാറുണ്ടെന്നാണ് പറയുന്നത്.
എന്നിട്ട് ഇതെല്ലാം കൂടെ മോളിൽ കൊണ്ടുവന്നിട്ടാണ് ഇത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിന് ഈ സ്വർണ്ണ കോയിൻ വരെ കൊടുക്കുന്ന അയ്യപ്പ ഭക്തരുണ്ട്. ഉണ്ട്. അവർ കൊണ്ടുവന്ന് ഈ കാണിക്കപ്പെട്ടിയിലോട്ട് അങ്ങ് ഇടുകയായിരിക്കും. കാണിക്കപ്പെട്ടി ഇടുക, ചിലപ്പോൾ പിന്നെ പെട്ടിലോട്ട് ഇടാനായിട്ടുള്ള ഒരു സൗകര്യം കിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങ് എറിയാണ്. പിന്നെ ആരെങ്കിലും എടുത്ത് അവിടെ അകത്തിടുവോ അല്ലെങ്കിൽ ശ്രീകോവിലിനകത്തിടുവോ ഒക്കെയാണ് ചെയ്യുന്നത്. ഇത് അത്രയ്ക്ക് വലിയ ക്രൗഡാണ്, അത്രയ്ക്ക് കുറച്ച് പീരീഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ ശാന്തമാണ്, വനമാണ്. പിന്നെ ആരും അവിടെ പ്രവേശിക്കില്ല. പ്രവേശിക്കുന്നത് ഈ നടത്തിപ്പുകാർ മാത്രമാണ്. ഇപ്പോൾ ഈ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പാളി കൊണ്ടുപോയതും പിന്നെ ദ്വാരപാലകനെ കൊണ്ടുപോയതും ഒന്നും ഹൈക്കോടതി പോലും അറിഞ്ഞിട്ടില്ലല്ലോ. അതൊന്നും അറിയിക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവിധ നിയമങ്ങളെയും ബൈലായിലെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ പിന്നെ മാനുവലിലെല്ലാം ഉണ്ട്. മാനുവലിൽ പറഞ്ഞതൊന്നും ചെയ്യാതെ അതൊക്കെ കാലാകാലങ്ങളായിട്ട് മാനുവൽ ഒരു ഭാഗത്തിരിക്കും. മാനുവൽ പിന്നീടാണ് പാലിക്കുക. സർക്കാരിൽ പല നിയമങ്ങളും അങ്ങനെയാണ്. ആദ്യം തോന്നിയ പോലെ ചെയ്യും, പിന്നെ ബുക്ക് എടുത്തിട്ട് അതിൻ്റെ നിയമത്തിനനുസരിച്ച് ഇതിനെ ചിട്ടപ്പെടുത്തും. അത് ഇപ്പോൾ ഗുരുവായൂർ പിന്നെ ശബരിമലയിലും നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം. ഇത് എവിടെയൊക്കെ കൂടുതൽ നടവരവുണ്ടോ, കൂടുതൽ വരുമാനമുണ്ടോ അവിടെയൊക്കെ നടക്കും. ഇത് ഗുരുവായൂർ അമ്പലത്തിൽ അധികം നടക്കാത്തതിന് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ എപ്പോഴും ആളുണ്ട്. 360 ദിവസം തുറന്നിരിക്കുകയാണ്. അപ്പോൾ രാത്രി നട അടയ്ക്കുമ്പോൾ തന്നെ അവിടെ അടുത്ത പിന്നെ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ആളുകൾ അവിടെ ക്യൂ തുടങ്ങിക്കഴിഞ്ഞു. പ്രഭാതത്തിലേക്ക് ഉള്ള പരിപാടികൾക്കായിട്ടുള്ള ക്യൂ അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പലപ്പോഴും പലർക്കും അങ്ങനെ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകാൻ അത്ര പറ്റില്ല. എന്നാൽ തന്നെ അവിടെയും ഒരുപാട് അപാകതകളുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. പിന്നെ ശബരിമല ശ്രീകോവിലില് ഈ നട അടച്ചു കഴിയുമ്പോൾ അയ്യപ്പനെ യോഗദണ്ഡും രുദ്രാക്ഷവും അണിയിച്ചിരിക്കുന്നത്. അതുവരെ പിന്നെ സ്വർണം കിട്ടിക്കാനെന്നും പറഞ്ഞ് അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. പത്മകുമാറിന്റെ മകനാണ് ആ ജോലി ചെയ്യിപ്പിക്കുന്നതെന്നും പറയുന്നു. അത് പിന്നെ വളരെ എളുപ്പമാണല്ലോ വിചാരിച്ച് ഞാൻ ചെയ്തെന്നാണ് ശ്രീ പത്മകുമാർ പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള ഒരു സാധനമല്ലല്ലോ അതൊക്കെ. അല്ല, ഈ അവിടെ വിട്ടുപോകാൻ പാടില്ലല്ലോ. കാരണം ഇത് അയ്യപ്പ പോകുന്നത് മാത്രമല്ല, അങ്ങനെ എനിക്ക് സൗകര്യം. ഇപ്പൊ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിക്കോ അല്ലെങ്കിൽ അംഗങ്ങൾക്കോ സൗകര്യം തോന്നി, ഇത് എളുപ്പമുള്ള കാര്യമല്ല, ഇത് ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാം, അല്ലെങ്കിൽ എൻ്റെ മോനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് വിചാരിക്കുന്നതല്ലല്ലോ അവിടുത്തെ രീതികൾ. ഇതിനൊക്കെ മാനുവലും പ്രൊസീജിയറും അവിടെ ഉണ്ട്. ആ പ്രൊസീജിയർ പാലിക്കാതെ ചെയ്തിട്ട് പിന്നെ അത് ഞങ്ങൾ എളുപ്പമാണെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അതിൽ വേറൊരു അപാകത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എനിക്കൊന്ന് പിന്നെ കേന്ദ്രം ഇതിനകത്ത് ഇടപെടേണ്ട ഒരു സമയം തീർച്ചയായിട്ടും ഇതിനകത്ത് ഇവിടെ മാത്രമല്ല, അതായത് ഇതുപോലെ വലിയ നടവരവുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരു പ്രത്യേക നിയമം ആവശ്യമാണ്. അതായത് പരിരക്ഷിക്കാൻ പറ്റാത്ത ക്ഷേത്രങ്ങൾ മാത്രം ദേവസ്വം ബോർഡിന് കൊടുത്താൽ മതി. പരിരക്ഷിക്കാൻ പറ്റുന്ന നടവരവുള്ള ക്ഷേത്രങ്ങൾ സർക്കാരിന് കൊടുക്കരുത്. സർക്കാരിന് കൊടുത്താൽ സർക്കാർ ഇതുപോലെ അടിച്ചുകൊണ്ട് പോകും. സർക്കാരല്ല, സർക്കാരിൻ്റെ ഭാഗമായി വരുന്ന ഉദ്യോഗസ്ഥർ. അപ്പോൾ സർക്കാരിന് ഇതിനകത്ത് പങ്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സർക്കാരിൻ്റെ ഭാഗമായി വരുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ഇതിനകത്ത് ഒരു വൻ ലോബി പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ലാതെ ഒരു ഉദ്യോഗസ്ഥന് ഒരിക്കലും തെറ്റ് ചെയ്യാൻ കഴിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഇനി അറ്റത്തെ ഒരാൾ മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പമ്പ കടന്ന് അപ്പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. ഉദ്യോഗസ്ഥരുടെ സംരക്ഷണവും താല്പര്യവും ഇല്ലെങ്കിൽ ഈ പിന്നെ ഭക്തനായിട്ട് പോവാം. അത് ആ പിന്നെ നമ്മൾ പറഞ്ഞ ഈ ഭക്തിസാന്ദ്രമായി പോകാൻ പറ്റുന്ന കാലഘട്ടത്തിൽ മാത്രമേ പറ്റൂ. ആദ്യത്തെ 5 ദിവസം അല്ലെങ്കിൽ മകരവിളക്കിൻ്റെ മുമ്പുള്ള കുറേ ദിവസങ്ങൾ ഇതൊക്കെ അവിടെ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏത് തോന്നുന്ന ദിവസവും പോകണമെങ്കിൽ അതിന് ആരോ ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ കയറുന്നതിനുള്ള സൗകര്യം ഒരു പരികർമ്മിയുടെ റോള് കൂടിയാണ്. അപ്പോൾ ഈ മേൽശാന്തിമാരുള്ളത് മാളികപ്പുറത്തും സന്നിധാനത്തും പുറപ്പെടാ ശാന്തിമാരാണ്. അപ്പോൾ പരികർമ്മിയായിട്ട് ഈ മേൽശാന്തിമാർ അവിടെ നിൽക്കുന്നത് കൊണ്ട് അവരെ ചുറ്റിപ്പറ്റി വേണമെന്നുണ്ടെങ്കിൽ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ അവിടെ വേണ്ടപ്പെട്ട ഒരാളുടെ സമ്മതമില്ലാതെ അങ്ങനെ കയറാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരു ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രം പിന്നെ ആചാരപ്രകാരം ഇത് നടത്തിപ്പിക്കുന്ന ആരുടെയെങ്കിലും അനുമതി ഇല്ലാതെ അങ്ങനെ ഒരാൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് ആരോ അനുമതി കൊടുത്തിട്ടുണ്ട്. അനുമതി കൊടുത്തു എന്ന് മാത്രമല്ല, ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മുൻ കമ്മീഷണർമാരും ഒക്കെ പറയുന്നത് ഞങ്ങൾ ഇദ്ദേഹത്തിനെ കണ്ടിട്ടില്ലെന്നാണ്. അപ്പോൾ ഇപ്പം പല ടി വിയിലെ പഴയ ഷോർട്സും എടുക്കുമ്പോഴാണ് അവരുടെയൊക്കെ ചെവിയോട് ചേർന്ന്
അവരുടെയൊക്കെ മുഖത്തോട് ചേർന്നൊക്കെ ഇദ്ദേഹം നിന്ന് അവിടെ സന്നിധാനത്ത് തൊഴുന്നതും അവരോടൊപ്പം ചുറ്റിക്കറങ്ങുന്നതും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരാളാണെങ്കിൽ ശരി, പല ദേവസ്വം ബോർഡ് മെമ്പർമാരുടെയും പ്രസിഡന്റുമാരുടെയും ദേവസ്വം കമ്മീഷണർമാരുടെയും ഒക്കെ ചുറ്റി പറ്റി ഇവരൊക്കെ നിന്നിട്ടുണ്ട്. മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന ശ്രീ വാസു തന്നെ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിനെ എനിക്ക് അറിയില്ല എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പടം പലയിടത്തായിട്ട് വന്നപ്പം ഇപ്പോൾ അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ പറ്റുമോ? ഇതിലെല്ലാം പുകമറ തന്നെയാണ്. അവരെല്ലാം പറയുന്നതിൽ അവ്യക്തതയും വ്യാജ പ്രസ്താവനകളും ഉണ്ടെന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, അവിടെ റെക്കോർഡിക്കലായിട്ട് ഈ പാളികളോ അല്ലെങ്കിൽ ദ്വാരപാലകനെ ഒന്നും തന്നെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമില്ല. അപ്പോൾ ദേവസ്വം ബോർഡിലെ അംഗങ്ങളോ പ്രസിഡന്റോ അതിൽ നിന്ന് മുക്തമാകുന്ന വിധത്തിലാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വിജിലൻസുകാർ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി കോടതിയോ അല്ലെങ്കിൽ SITയോ ആണ് ഇതിനെ കൂടുതൽ എൻക്വയറി ചെയ്ത് ഇതിനപ്പുറം പോയി വേറെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിലേക്കോ കമ്മിറ്റി അംഗങ്ങളിലേക്കോ എത്താൻ കഴിയൂ. അപ്പോൾ അവിടെ ഒരു കർട്ടൻ ഇട്ട് വെച്ചിരിക്കുകയാണ്, ഒരു അയൺ കർട്ടനാണ് ഇട്ട് വെച്ചിരിക്കുന്നത് വിജിലൻസുകാർ തന്നെ. അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രസിഡന്റിനെ ഉൾപ്പെടെ അങ്ങോട്ടുള്ളവരെയും സംരക്ഷിച്ചുകൊണ്ട്. പിന്നെ ഇതിൽ ബലിയാടാകാൻ പോകുന്നത് അവിടുത്തെ ഏതാനും ചില ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ആയിരിക്കും. അവർക്ക് പിന്നീട് അഥവാ ശിക്ഷ ലഭിച്ചാൽ ജയിലിൽ ഉൾപ്പെടെ വേണ്ട പരിരക്ഷകൾ കൊടുത്തുകൊണ്ട് പരോളും കൊടുത്തുകൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതങ്ങ് തീർക്കാമെന്നുള്ളതായിരിക്കും ഫലം. പക്ഷേ ഇത് ഹൈക്കോടതി എത്രത്തോളം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഇന്നലെ ജസ്റ്റിസ് KT ശങ്കറിനെ അയച്ചതോടുകൂടി നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്ന് ഇവിടെ ഇന്ന് നാളെയുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമാവും. അത് അദ്ദേഹം ഹൈക്കോടതിയെ അറിയിക്കും. അതോടുകൂടി കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വന്നേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ശ്രീ വെങ്കടേഷ് എന്ന് പറയുന്ന H. വെങ്കടേഷ്, അദ്ദേഹം വളരെ ഇൻറ്റഗ്രിറ്റിയുള്ളൊരു ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഹൈക്കോടതി അദ്ദേഹത്തിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥർക്കപ്പുറം പോകാൻ എത്രത്തോളം കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ പ്രതികളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇപ്പോൾ ഗൂഢാലോചന നടത്തിയവർ ഒരു സ്ഥലത്തിരിക്കുകയും ഗൂഢാലോചന നടത്തി ഇരകളാക്കി കുറച്ച് പണി ചെയ്യിക്കുന്നവരുടെ മാത്രം പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗൂഢാലോചന നടത്തിയവരിലേക്ക് എത്താൻ കഴിയുമോ? SITക്ക് അത് കഴിയുമോ? ഹൈക്കോടതിക്ക് അത് കഴിയുമോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. അത് കഴിഞ്ഞില്ലെങ്കിൽ ഇതിനിയും അഭംഗുരം ഇവിടെ തുടരും. കാരണം ഉദ്യോഗസ്ഥർ മാറി വരും, അടുത്ത ഉദ്യോഗസ്ഥരുടെ അടുത്തും രജിസ്റ്ററിങ് എടുത്തുകൊണ്ട് പോവാ, ഭണ്ഡാരം തുറക്ക്, ഈ ദ്വാരപാലകനെ അഴിക്ക്, എടുത്തുകൊണ്ട് പോകും, അയക്ക് കൊടുക്ക് എന്നൊക്കെ പറയാൻ വീണ്ടും ആൾക്കാർ വരും. റെക്കോർഡിക്കലായിട്ട് ഇവരാരും ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വരികയും ചെയ്യും. ഇപ്പോൾ റെക്കോർഡിക്കലായിട്ട് പെർഫെക്റ്റാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ്, മുൻ കമ്മിറ്റി അംഗങ്ങൾ, ഇപ്പോഴത്തെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാം ക്ലീൻ ആയിരിക്കുകയാണ്. കാരണം റെക്കോർഡിക്കലായിട്ട് ഇതൊന്നും അഴിച്ചുകൊണ്ട് പോകാനോ എടുത്തുകൊണ്ട് പോകാനോ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ചെമ്പാണെന്നോ സ്വർണം പൂശിയതാണെന്നോ ഒക്കെ എഴുതി മാസ്റ്റർ തയ്യാറാക്കിയവർ അകത്താവും. ബാക്കി ആർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം ഇല്ലാതെ വരും. പിന്നെ ഡയറക്റ്റായിട്ട് വന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ചിലപ്പോൾ കൂട്ടുവീഴും. ബാക്കി ആർക്കും ഇതിൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് വരും. അങ്ങനെ വന്നാൽ ഇനിയും ഈ കൊള്ള തുടരാനുള്ള അവസരമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, SITക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിക്കോ ഇതിൻ്റെ അപ്പുറം കടന്നു പോകാൻ കഴിഞ്ഞാൽ, ഗൂഢാലോചന നടത്തിയവരിലേക്ക് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തൊരു വഴിയുള്ളൂ, ഇതിനകത്തൊരു അന്ത്യമുണ്ടാകുന്നതിനുള്ള ശ്രമം നടത്താനെങ്കിലും പറ്റൂ, തൽക്കാലത്തേക്കെങ്കിലും. പക്ഷേ ഇത് പോരാ. ഹിന്ദു ക്ഷേത്രങ്ങൾ ഭക്തർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായൊരു ഘടകമാണ്. സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസുകൾ നിരവധി നിൽക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ആയിട്ടില്ല. ഇനിയെങ്കിലും സുപ്രീം കോടതിയുടെ മുമ്പാകെങ്കിലും ആരെങ്കിലും ചെന്നതിനെ കണ്ണു തുറപ്പിച്ച് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ബാക്കി ആരുടെയും പ്രശ്നമില്ല. ബാക്കി ഒരു മതവിഭാഗങ്ങളുടെയും, ഇന്ത്യയിൽ വിവിധ മതവിഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഈ ഹിന്ദുവിൻ്റെ സ്വത്ത് മാത്രമാണ്, ഹിന്ദുവിൻ്റെ ദേവാലയങ്ങൾ മാത്രമാണ് ഇങ്ങനെ ആർക്കും കയറി ദൈവവിശ്വാസിക്കും നാസ്തികനും ദൈവത്തിനെ പുച്ഛിക്കുന്നവനും ഒക്കെ കയറി ഭരിക്കാമെന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നത്. ദൈവത്തിനെ പുച്ഛിക്കുന്നവൻ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ദൈവത്തിലല്ല താല്പര്യം, ദൈവത്തിൻ്റെ കാണിക്കയിലായിരിക്കും താല്പര്യം. അതിനിയും തുടരും. അത് അവസാനിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ കേന്ദ്രം നിയമം മാറ്റണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇരിക്കുന്ന കേസിൽ ഒരു വിധി ഉണ്ടായി
ക്ഷേത്രങ്ങൾ പിന്നെ ഭക്തർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അനിവാര്യമാണത്.